മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 260.56 കോടി രൂപ മാത്രം. കേരളം ആവശ്യപ്പെട്ടതിലും കുറഞ്ഞ തുകയാണ് ലഭിച്ചതെന്ന് ദുരന്തബാധിതർ ആരോപിക്കുകയാണ്. വയനാട്ടിൽ നിന്നും സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2219 കോടി രൂപയാണ്. അതിലേക്കാണ് 260.56 കോടി രൂപ മാത്രം കേന്ദ്രം അനുവദിച്ചത്. വലിയ പ്രതിസന്ധിയിലാണ് ദുരന്തബാധിതർ മുന്നോട്ട് പോകുന്നത്. നമുക്കൊപ്പം ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ ചേരുകയാണ്. ഇപ്പോൾ കേന്ദ്രം വളരെ ചെറിയ ഒരു തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. വലിയ പ്രയാസത്തിലാണ് ഓരോ കുടുംബങ്ങളും വാടക വീടുകളിലും മറ്റിടങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഈ ദുരന്തത്തെ ലോകം നടുങ്ങിയൊരു ദുരന്തമാണ്. ശരിക്കും ലോകത്തെ നടുക്കിയൊരു ദുരന്തമാണ്. 300-ലധികം ആളുകൾ, കണക്കിൽ 300 ആണെങ്കിലും 300-ലധികം ആളുകൾ മരിച്ചുപോയ ഒരു ദുരന്തമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പറയുന്നു. പക്ഷെ അത് കേന്ദ്രം പറയുന്നു അങ്ങനൊരു ദുരന്തം ഇല്ല, നിലവിൽ കാറ്റഗറിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം വെച്ച് L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഈ L3 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രദേശം വന്ന് സന്ദർശിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ പണത്തിൻ്റെ കുറവ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരില്ല എന്ന് ഞങ്ങളോട് വാക്ക് തരുന്നു. അതൊക്കെ വലിയൊരു ആശ്വാസം തോന്നിയൊരു വാക്കുകളായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് എന്താ ഭിക്ഷ തരുന്ന പോലെയാണ്. 2200 കോടി രൂപ ആവശ്യപ്പെടുന്നു. അത് ന്യായമായൊരു കണക്കാണ് സർക്കാർ അവതരിപ്പിച്ചത്. പക്ഷെ തരുന്നതോ 260 കോടി രൂപ. നോക്കി നിങ്ങൾ, ഞങ്ങളുടെ പ്രദേശത്തെ ആളുകളുടെ ലോണുകളുണ്ട്. കുറേ അതിനൊരു മാനദണ്ഡമുണ്ട്. അതായത് പ്രദേശത്തെ ആളുകളുടെ ലോണുകൾ എഴുതിത്തള്ള, അതുപോലെ തന്നെ ഞങ്ങളുടെ വരുമാന വർധനവിന് വേണ്ടി ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ജീവനോപാധിക്ക് വേണ്ടി വലിയ പ്രയാസത്തിലാണ്. ജീവനോപാധികളില്ല, മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ട ആളുകളാണ്. ജീവനോപാധി നൽകണം, അവരുടെ ലോണുകൾ എഴുതി തള്ളണം. ഇതൊക്കെ കോടതി പോലും ഇടപെട്ടിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നു പറ്റില്ല എന്ന്. നോക്കി നിങ്ങൾ, L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത്. L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ എന്തൊക്കെ മാനദണ്ഡമുണ്ട് ഞങ്ങളെ സഹായിക്കുന്നില്ല. ഭിക്ഷ തരുന്ന പോലെ 260 കോടി 100 കോടി അങ്ങനെ തന്നിട്ടെന്താ കാര്യം? കേന്ദ്രം പരിഗണിക്കണം, കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ദുരന്തബാധിതർ മുന്നോട്ട് വയ്ക്കുന്നത്. വയനാട്ടിൽ നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.